ലോകത്തെ ആകെ പ്രതിസന്ധിയിലാക്കി 2 മാസമായി തുടരുന്ന US ഇറാൻ യുദ്ധത്തിന് അറുതി വരുത്താൻ നിർണായക നീക്കവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശങ്ങൾക്കും വഴങ്ങാതെ ട്രംപിന്റെ ഭീഷണികളെ അവഗണിച്ച് ഹോർമുസിലെ ഉപരോധവുമായി മുന്നോട്ട് പോയ ഇറാൻ ഇപ്പോൾ മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ വഴി പുതിയ നിർദ്ദേശങ്ങൾ US-നെ അറിയിച്ചിരിക്കുന്നു. ഇനി US-ഉം ട്രംപും ഇതിന് എന്ത് മറുപടി നൽകും, അതിന് സന്നദ്ധരാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇപ്പോഴത്തെ പുതിയ ഇറാന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ വഴങ്ങുന്നതിന് പിന്നിൽ എന്താണ് നിർണായകമായത് എന്നതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ഇറാൻ വഴങ്ങുന്നു. യുദ്ധത്തിന്റെ ദിശ എങ്ങോട്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ വഴങ്ങാതിരുന്ന ഇറാൻ പലതവണ ട്രംപ് പലതവണ US-ന്റെ താല്പര്യങ്ങൾ മുൻനിർത്തി ഉണ്ടാക്കിയ നിർദ്ദേശങ്ങൾക്ക് പക്ഷേ ഇറാൻ ഒരു തരത്തിലും വഴങ്ങാതെ നിന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. പക്ഷേ ഇപ്പോൾ ഇറാൻ വഴങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അങ്ങനെ ഇറാൻ വഴങ്ങുന്ന ഘട്ടത്തിൽ ഇനി US-ന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ US അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പല ഫോർമുലകളുമായി മുന്നോട്ട് വന്നപ്പോൾ ഇറാൻ വഴങ്ങിയിരുന്നില്ല. ഇപ്പോൾ ഇറാൻ പുതിയ ഫോർമുലയുമായി മുന്നോട്ട് വരുമ്പോൾ അമേരിക്ക അതിനുള്ള മറുപടി, ട്രംപിന്റെ മറുപടി എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പുതിയ നിർദ്ദേശങ്ങളുമായി ഇറാൻ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോർമുസ് കടലിടുക്ക് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാമെന്നും യുദ്ധം അവസാനിപ്പിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്ന പുതിയ സമാധാന കരാർ ഇറാൻ ഇപ്പോൾ പാകിസ്ഥാൻ വഴി അമേരിക്കയുടെ മുന്നിൽ വച്ചിരിക്കുകയാണ്. പരസ്പരം ഉപരോധങ്ങൾ നീക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. നിലവിൽ ഹോർമുസ് വഴി കടന്നു പോകുന്ന മുഴുവൻ കപ്പലുകൾക്കും ഉപരോധവും ചുങ്കവും ഏർപ്പെടുത്തിയ ഇറാന്റെ നീക്കം ലോകത്തിനാകെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പുറത്ത് ഇറാനിയൻ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയാണ് അമേരിക്ക ഇറാനുള്ള മറുപടി തീർക്കുന്നത്. പുതിയ നിർദ്ദേശങ്ങളിൽ ഞങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം ഞങ്ങൾ നീക്കാം, പകരം നിങ്ങളുടെ ഉപരോധം നിങ്ങൾ തീർക്കൂ എന്നതാണ് ഇറാന്റെ ആവശ്യവും നിർദ്ദേശവും. യുദ്ധം തീർക്കാം, ആണവ ചർച്ച പിന്നീടാകാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം. നിലവിലെ താൽക്കാലിക വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടാനോ അല്ലെങ്കിൽ യുദ്ധത്തിന് പൂർണ്ണ വിരാമം കുറിക്കാനോ തങ്ങൾ ഒരുക്കമാണെന്ന് പുതിയ നിർദ്ദേശത്തിൽ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ നിർണായകമാകുന്ന നിർദ്ദേശം ഇനി പറയുന്നതാണ്. അതായത് ഏറ്റവും വലിയ തർക്ക വിഷയമായ ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വേണ്ട, സമാധാനം പുനഃസ്ഥാപിച്ചതിന് ശേഷം മറ്റൊരു ഘട്ടത്തിൽ ഇവ ചർച്ച ചെയ്യാം എന്നതാണ് ഇറാന്റെ പുതിയ നയവും നിർദ്ദേശവും. എന്നാൽ ഈ പുതിയ നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി ഇറാൻ US-ന് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്, ട്രംപിന് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ട്രംപ് അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇറാന്റെ ഈ പുതിയ നിർദ്ദേശങ്ങളോട് ട്രംപിന്റെ നിലപാട് എന്താകുമെന്നുള്ളതാണ് പ്രധാനവും നിർണായകവും. ട്രംപ് ഭരണകൂടത്തിന് ഇതിനോട് യോജിപ്പില്ല എന്നാണ് US മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന കരാറിന് മാത്രമേ താൻ അംഗീകാരം നൽകൂ എന്ന് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്ന് വൈകിട്ട് ട്രംപ് വൈറ്റ് ഹൗസിൽ ഉന്നതതല യോഗം വിളിച്ചേക്കുമെന്നും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഖർഗിലെ സംഭരണ പ്രതിസന്ധിയാണോ ഇപ്പോൾ ഇറാൻ വഴങ്ങാനുള്ള കാരണമെന്ന പരമപ്രധാനമായൊരു ചോദ്യമാണ് മുന്നിലുള്ളത്. പേർഷ്യൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഖർഗ് ദ്വീപ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമാണ്. ഇറാന്റെ എണ്ണ സംഭരണത്തിന്റെ ഭൂരിഭാഗവും ഈ ദ്വീപിലാണ്. കയറ്റുമതി ഈ ദ്വീപ് വഴിയുമാണ്. ഖർഗ് ദ്വീപിലെ എണ്ണ സംഭരണശാലകൾ അവയുടെ പരമാവധി ശേഷിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏകദേശം 13 ദശലക്ഷം ബാരൽ എണ്ണ മാത്രമാണ് ഇനി കരയിലുള്ള ടാങ്കുകളിൽ സൂക്ഷിക്കാൻ സാധിക്കുക. പ്രതിദിനം 1 ദശലക്ഷം ബാരലധികം എണ്ണ ഇവിടേക്ക് എത്തുന്നതിനാൽ കയറ്റുമതി പുനരാരംഭിച്ചില്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സംഭരണം പൂർണ്ണമായും നിലക്കുന്ന അവസ്ഥയുണ്ടാകും. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കടുത്ത ഉപരോധം കാരണം ഈ ദ്വീപിൽ നിന്നുള്ള എണ്ണ കപ്പലുകൾക്ക് പുറത്തേക്ക് പോകാനും സാധിക്കുന്നില്ല. എണ്ണ ഉൽപാദനം തുടരുന്നതുകൊണ്ട് എണ്ണ ടാങ്കുകളിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമാണുള്ളത്. അപ്പോൾ ഈ ഒരു പുതിയ പ്രതിസന്ധിയാണ് ഇറാനെ ഇപ്പോൾ ചർച്ചകൾക്ക് വേണ്ടി വഴങ്ങാൻ അല്ലെങ്കിൽ ഒരു പുതിയ നിർദ്ദേശങ്ങളുമായി US-ന് മുന്നിൽ വഴങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന് മനസ്സിലാക്കുകയാണ്. ഇനി വിദേശകാര്യമന്ത്രി അറാക്ചി നിലവിൽ റഷ്യയിലാണുള്ളത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അറാക്ചിയുടെ റഷ്യൻ ഡീൽ എന്താണെന്നുള്ളതും കൂടി കാണണം. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏറ്റെടുക്കാമെന്ന് നിലവിൽ റഷ്യ അറിയിച്ചിട്ടുണ്ട്. സമ്പുഷ്ടീകരിച്ച ഈ യുറേനിയം കാസ്പിയൻ കടൽ വഴി റഷ്യയിലേക്ക് കടത്താൻ കഴിഞ്ഞാൽ ഇറാന് പിടിച്ചു നിൽക്കാം. അതിന് പക്ഷേ അമേരിക്കയും സഹകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു വേണ്ടി കൂടിയാണ് ഇപ്പോൾ പുടിനുമായി
നിലവിൽ പുടിനുമായി ചർച്ച നടത്താൻ പോകുന്നത് അബ്ബാസ് അറാക്ചി. അപ്പോൾ ഇങ്ങനെ പുടിനുമായി ഒരു ചർച്ച നടത്തിക്കഴിഞ്ഞാൽ ആ ചർച്ചയിൽ ഈ പുതിയ ഉപാധി എന്ന് വെച്ചാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും വാങ്ങിക്കാമെന്ന് റഷ്യ നേരത്തെ സമ്മതിച്ചതാണ്. പക്ഷേ പുതിയ ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനകത്ത് പൂർണ്ണമായും റഷ്യ വഴങ്ങുമോ പുടിൻ വഴങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ആ കൂടിക്കാഴ്ചയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ കൂടിക്കാഴ്ച ആണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ വേണ്ടി BK സുഹൈൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുഹൈൽ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്ന് വെച്ചാൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം കയറ്റുമതി എങ്ങനെ നടക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാസ്പിയൻ കടൽ വഴി അത് കടത്തണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സഹകരണം വേണം. അപ്പോൾ റഷ്യ അതിന് പൂർണ്ണമായും സമ്മതം മൂളുമോ എന്നൊരു ചോദ്യം അപ്പുറത്ത്. ഇനി ഇറാന്റെ ഈ പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കയും ട്രംപും അംഗീകരിക്കുമോ, അത് പൂർണ്ണമായും അംഗീകരിക്കുമോ? അങ്ങനെ അംഗീകരിച്ചാൽ തന്നെ ഈ യുദ്ധം വെടിനിർത്തൽ നീട്ടുകയാണോ അതോ പൂർണ്ണമായ യുദ്ധവിരാമത്തിലേക്ക് എത്തുകയാണോ ചെയ്യുക? ഇപ്പോഴത്തെ നീക്കങ്ങളുടെ ഒരു ഗതിയും വഴിത്തിരിവും എങ്ങനെയായിരിക്കും സുഹൈൽ? സൈഫുദ്ദീൻ, ഹൂ വിൽ ബ്ലിങ്ക് ഫസ്റ്റ് എന്നുള്ളതാണ് ക്ലാസിക് ചോദ്യമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിലുള്ള പ്രതിസന്ധി നമുക്കറിയാം. രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം, ഇറാനെ സംബന്ധിച്ചിടത്തോളവും US-നെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ഹോർമുസിൽ നടക്കുന്നത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. കാരണം അവിടെ അടച്ചിട്ട് കഴിഞ്ഞാൽ ലോകത്ത് ആകെ എണ്ണവില ഉയരുന്നു. അതേപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധന ഉയരുന്നു. മിഡ് ടേം ഇലക്ഷൻ വരാനിരിക്കുകയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അപ്പോൾ ആഭ്യന്തര തലത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന തരത്തിലുള്ള മുറവിളി ഉയരുകയാണ്. അതുകൊണ്ട് കുറേ കാലം അവിടെ ഒരു നാവിക ഉപരോധം നടത്താൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം എണ്ണ പൂർണ്ണമായും ഇറാന്റെ എണ്ണ വിതരണം നിർത്തിവെപ്പിക്കുക എന്നുള്ളതാണ് ഈ ഉപരോധത്തിലെ അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. അതോടുകൂടി ഇറാന് വരാനുള്ള എല്ലാ പണവും അവിടെ നിൽക്കും. അതേപോലെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകും. നിലവിലുള്ളതിനേക്കാൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആ രാജ്യം പോകും. പക്ഷെ എത്ര കാലം അങ്ങനെ നീണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇറാൻ കുറച്ചുകൂടി അവരുടെ ഉപരോധത്തിൽ കഴിഞ്ഞ ഒരു രാജ്യം എന്ന നിലയിൽ, കഴിഞ്ഞ കുറേ കാലമായി ഉപരോധത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇറാനാണ് കൂടുതൽ കാലം നിലനിൽക്കാൻ സാധിക്കുക അമേരിക്കയേക്കാൾ എന്ന ഒരു പ്രവചനം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വിശകലനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അതിനൊരു അറുതി വരുത്തുക എന്ന നിലയിലാണ് ഇറാൻ ഇപ്പോൾ ഒരു ഉപാധി മുന്നോട്ട് വയ്ക്കുന്നത്. നാവിക ഉപരോധം പിൻവലിച്ചു കഴിഞ്ഞാൽ ഹോർമുസ് എന്ന പ്രതിസന്ധി ഞങ്ങൾ ഒഴിവാക്കി വിടാം. ഇറാന്റെ ഏറ്റവും വലിയ ആയുധം അത് മിസൈലുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ ഒന്നും തന്നെയല്ല, ഈ ഹോർമുസ് കടലിടുക്കാണ് ഈ യുദ്ധത്തിൽ നമുക്കറിയാം. ആ ആയുധം ഞങ്ങൾ ഉപേക്ഷിക്കാം എന്ന നിലപാടിലേക്ക് ഇറാൻ പോവുകയാണ്. പക്ഷേ അപ്പോഴും നമുക്കറിയാം ഈ യുദ്ധം എന്തു നേടി എന്ന ചോദ്യം അമേരിക്കയുടെയും ഇസ്രായേലിനെയും മുമ്പിലുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കാനാണെങ്കിൽ ഈ യുദ്ധം തുടങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ട്രോളുകളിൽ ഉയർന്നു വരുന്നൊരു കാര്യമാണ് ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറന്നതോടുകൂടി യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു യുദ്ധം എന്ന് ലോകം ചോദിക്കും. ആ ചോദ്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമായി അമേരിക്കക്കും ഇസ്രായേലിനും ഏറ്റവും ചുരുങ്ങിയത് ഇറാന്റെ ആണവ ഭീഷണി ഞങ്ങൾ തടഞ്ഞു എന്ന് പറയണമെങ്കിൽ അവിടെ നിന്നുള്ള സമ്പുഷ്ടീകരണം നടത്തിയ യുറേനിയം അവിടെ നിന്ന് മാറ്റുകയെങ്കിലും വേണം. പക്ഷേ ആ ചർച്ചകളിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. ആണവ ചർച്ച എന്ന് പറയുന്നത് പിന്നീടാകണം എന്നുള്ളതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ആദ്യം ഉപരോധം പിൻവലിക്കുക. ഞങ്ങൾക്കെതിരെ കാലങ്ങളായി മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപരോധം US-ഉം പാശ്ചാത്യ രാജ്യങ്ങളും പിൻവലിക്കുക. അതിനുശേഷം മാത്രം ആണവ ചർച്ചകളിലേക്ക് നീളാം എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവിടെ നിന്നും സമ്പുഷ്ടീകരണം നടത്തിയിട്ടുള്ള യുറേനിയം മാറ്റണം എന്ന് പറയുകയാണെങ്കിൽ അത് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലേക്കോ മാറ്റുക എന്നതിലപ്പുറമായി തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാജ്യത്തേക്ക് മാറ്റുക എന്ന നിലപാടിലേക്കായിരിക്കും ഇറാൻ പോവുക. സ്വാഭാവികമായും അവിടെ റഷ്യ പ്രധാനപ്പെട്ട ഒരു റോളിൽ നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമുക്കറിയാം കാലങ്ങളായി തന്നെ ഈ അമേരിക്കയും ഇറാനും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ധാരണകളെല്ലാം തന്നെ ഏകപക്ഷീയമായി പൊടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ട്രംപിന്റെ കാലഘട്ടത്തിലാണ് ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ആണവ കരാർ പൊളിച്ചിട്ടുള്ളത്. ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഈ സമ്പുഷ്ടീകരണം നടത്തിയിട്ടുള്ള യുറേനിയം തിരിച്ചെത്തിക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇറാൻ കടക്കേണ്ടി വരും. ഏതായിരുന്നാലും ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഒരു വഴക്കത്തിന്, ഒരു ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പിന്മാറ്റത്തിന് അമേരിക്ക തയ്യാറാവുകയാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ ഗതി മാറും. അല്ല എങ്കിൽ വീണ്ടും സംഘർഷം തുടരുക തന്നെ ചെയ്യും.
യെസ്, എന്തായാലും പുതിയ ചില നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വച്ചിരിക്കുന്നു. അതിനോടുള്ള അമേരിക്കയുടെ നിലപാട്, ട്രംപിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.